നമ്മളിപ്പോ ഈ ഒരു അസുലഭ നിമിഷത്തിൽ കേരളത്തിൽ നിന്നുള്ള മറ്റൊരു ലീഡറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ഈ FROന്റെ ഒരു പ്രാധാന്യം, അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, ഇതിന്റെ ഒരു ആവേശം അദ്ദേഹത്തിൽ തന്നെ നമുക്ക് കേൾക്കാം. സാർ, എത്ര നാളായി ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് ഇതിന്റെ ഒരു പ്രത്യേകതകളൊക്കെ പെട്ടെന്ന് സാർ പറയും. ഞാനൊരു 2 വർഷമായുള്ള ബിസിനസ്സിലേക്ക് വന്നിട്ട് ഞാൻ കഴിഞ്ഞ FRO ആണ് ആദ്യമായിട്ട് പങ്കെടുത്തത്. ശരിക്കും ആ FROയിൽ വന്നപ്പോൾ തന്നെ ശരിക്കും കേരളത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസിന്റെ ഒരു വ്യാപ്തിയും നമ്മൾ കേരളത്തിൽ ഈ ബിസിനസ് കാണുമ്പോൾ നമുക്ക് മറ്റുള്ള ആളുകളും ഇതൊക്കെ ഒരു ചെറുതായിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മൾ പുറത്ത് വന്നു കഴിയുമ്പോഴാണ് ഈ ബിസിനസിന്റെ യഥാർത്ഥ വ്യാപ്തി മനസ്സിലാവണേ. നമ്മളൊക്കെ ജീവിതത്തിൽ ശരിക്കും എല്ലാ സൗഭാഗ്യങ്ങളും ദൈവം തന്നിട്ട് നമ്മൾ പലതും ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഇവിടെ വരുമ്പോഴാണ് ശരിക്കും ഓരോ താഴെ തരയിലുള്ള ജീവിതത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇതൊരു ശരിക്കും ഒരു വലിയ എക്സൈറ്റ്മെന്റിന്റെ നിമിഷങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്നത്. അത് വലിയൊരു കാര്യമാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ ബിസിനസ്സിൽ വരുന്നവർക്ക് എല്ലാം വിജയിക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഓപ്പർച്യൂണിറ്റി വഴിയിൽ എല്ലാവർക്കും വിജയിക്കാൻ പറ്റും. ഓക്കെ, വിഷ് യു വെൽ. താങ്ക് യു. ഞാൻ ഇൻഷുറൻസ് മേഖലയിലാണ് ഇതിനു മുമ്പ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് രണ്ടും. ആ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാൾ ഒരുപാട് ഫ്രീഡവും ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഈ ബിസിനസ്സിലൂടെ കിട്ടുന്നുണ്ടാവും. പിന്നെ ലൈഫിൽ ടോട്ടൽ ചേഞ്ച് ആണല്ലോ. നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ലൈഫിൽ മാത്രം പണം മാത്രമല്ലല്ലോ ജീവിതത്തിൽ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യന് ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ബിസിനസ്സിലൂടെ കിട്ടും. അതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ ഇൻഷുറൻസ് മേഖലയിൽ ഒരുപാട് ആളുകൾ ഒരുപാട് ഫ്രീഡം കുറവാണെന്ന് തോന്നുന്നു. ഒരുപാട് കോമ്പറ്റീഷൻസ് ഒക്കെ വരുന്ന ഒരു മേഖലയാണല്ലോ. അപ്പൊ അതിൽ നിന്നും അങ്ങനെയുള്ളവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ഒരു അഡ്വൈസ് ഉണ്ടോ ഈ സമയത്ത്? ഇൻഷുറൻസ് മേഖലയെ സംബന്ധിച്ചിടത്തോളം മോശമല്ല, നല്ലൊരു മേഖല തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഇതിൽ പ്രത്യേകത വെച്ചാൽ ആരോഗ്യത്തോടു കൂടി സൗന്ദര്യത്തോടു കൂടി നമുക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫുഡ് സപ്ലിമെന്റുകൾ ഈ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അതുപോലെ തന്നെ നമുക്ക് സൗന്ദര്യം സംരക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇത് രണ്ടും സംരക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം സമ്പത്ത് നേടിയെടുക്കാൻ പറ്റുന്നതായ ഒരു മേഖലയാണ്. അപ്പൊ ഇതെല്ലാം ഒന്നിച്ച് കിട്ടുന്ന ഒരു മേഖലയാണ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ.